കാറ്റത്തെ കിളിക്കുണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് ഏട്ടൻ്റെ സംസാരം കേൾക്കാൻ വേണ്ടി ചെന്ന് നിന്ന നികേഷ് തലയിൽ കൈവച്ച് ഓടുന്നുണ്ട്. എന്താണെന്ന് അനിയമ്മ ചേട്ടനും ചേട്ടന്മാർ രണ്ടുപേരും ഏട്ടത്തെയും ചോദിക്കുമ്പോൾ പറയുന്നു നമ്മുടെ നികേഷ് സാമ്പാറിൻ്റെ തോരൻ്റെ ഒക്കെ കാര്യങ്ങൾ മാത്രം പറയുന്നുള്ളൂ. അടുക്കളയിൽ ഇന്ന് വെച്ചത് എന്താ, ഉച്ചയ്ക്ക് വെച്ച കറി തന്നെ വൈകുന്നേരം ചൂടാക്കി കഴിക്കും, ഇത് മാത്രം പറയുന്നുള്ളൂ ചേട്ടാ. ഇത് പോയി ഈ ബന്ധം പോയി എന്ന് പറഞ്ഞ് നികേഷ് തലയിൽ കൈ വയ്ക്കും. അപ്പം ബാക്കി മറ്റു രണ്ട് ചേട്ടന്മാർ ഈ സുഭാഷ് ചേട്ടൻ എന്താ ഇങ്ങനെ, എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറയും. അപ്പം നിധി പറയും സുഭാഷ് ചേട്ടനെ കുറ്റം പറയണ്ട, സുഭാഷ് ചേട്ടൻ്റെ മനസ്സും സുഭാഷ് ചേട്ടൻ അങ്ങനെയാണ്, ആ പെൺകുട്ടി അറിയട്ടെ, എന്നിട്ട് കല്യാണം കഴിക്കണല്ലേ നല്ലത്. എന്നിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി, അല്ലാണ്ട് കല്യാണത്തിന് മുന്നേ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേ ബിൽഡപ്പ് കൊടുത്ത് ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് സത്യങ്ങളൊക്കെ അറിയുന്നേക്കാൾ നല്ലതല്ലേ. ചിലരൊക്കെ അങ്ങനെയാണെന്ന് പറയും. അപ്പോൾ അത് ആരെയാണെന്ന് നികേഷിനും ഹരീഷിനും മനസ്സിലാവും. അവർ ഉറക്കനെ ചിരിച്ചിട്ട് പറയും ആ ശരിയാണ് ശരിയാണെന്ന് പറയും. അത് തന്നെ എന്ന് പറയും. ഓ അപ്പം എന്നെ എല്ലാവരും കൂടി ഇട്ട് വാരണല്ലേ എന്ന് പറയും. എന്താ സംശയം, അതല്ലേ അതിൻ്റെ ഒരു മര്യാദ. എന്തായാലും സുഭാഷ് ചേട്ടൻ ആരാണെന്ന് ആ ചേച്ചി അറിയട്ടെ എന്ന് അനിയന്മാർ തീരുമാനിക്കുന്നത്. അവിടെ അപ്പുറത്തുനിന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടക്കുറവ് വരുന്നു. കാരണം ഇത് മാത്രം പറയുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ അനിയത്തി അടുക്കളയിലൊന്നും സഹായിക്കുന്നില്ലേ, നിങ്ങളാണ് അപ്പം അടുക്കളയിൽ എല്ലാ പണിയും എടുക്കണ്, എങ്ങനെ ഇതൊക്കെ അല്ലേ പറഞ്ഞു വരുന്നതെന്ന് പറയും. അതെ അങ്ങനെ തന്നെയാണെന്ന് പറയും. ഇതിനൊരു അവസാനം ഇല്ലല്ലോ എന്നിങ്ങനെ ആലോചിച്ച് ഫോൺ ഇങ്ങനെ നീക്കി പിടിക്കിന്. ആ പെൺകുട്ടിക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും ഇഷ്ടക്കുറവൊക്കെ വരുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ സുധീഷ് അമ്പലത്തിൽ വന്നിങ്ങനെ തൊഴുത് നിൽക്കണ്. അവരെ കാണില്ലല്ലോ, അവർ കുറച്ച് നേരമായില്ല ഇറങ്ങിയിട്ട്, അവർ വരുന്നേക്കാൾ മുന്നേ സൂത്രത്തിലൂടെ വന്ന് നിന്നതാണല്ലോ. അങ്ങനെ നികേഷിനെയും കാണും അകലുന്നേ തന്നെ. ഓടി വന്നു കഴിഞ്ഞിട്ട് അമ്പലത്തിൻ്റെ സൈഡിൽ ഇങ്ങനെ ഉരുളണ്. ശയന പ്രതീക്ഷനാണ് ഉദ്ദേശം. അവരെ കാണണം, നിതിനൊന്ന് ഇമ്പ്രസ് ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് മനസ്സിലിരിപ്പ്. പക്ഷെ സുധീഷിൻ്റെ പ്ലാൻ തെറ്റി. നിധിയും നികേഷും നേരെ പോണത് റെസീറ്റ് എടുക്കാന്, വഴിപാടുകൾക്ക്. അപ്പോൾ പിന്നെ അതും രക്ഷയില്ല, വേഗം ചാടി എഴുന്നേൽക്കും. പക്ഷെ കണ്ടില്ലല്ലോ, ഇനി എന്ത് ചെയ്യും, ഇനി അവർ വരുമ്പോൾ തുടങ്ങാം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കും. അപ്പോൾ ആ സമയത്ത് വീണ്ടും നമ്മുടെ നികേഷും നിധിയും കൂടെ വരുന്നു. വീണ്ടും നമ്മുടെ സുധീഷ് താഴത്ത് വന്നൂരുണ്ട്. ഇങ്ങനെ പോണമ്മേ ദേവി ദൈവമേ രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് സൗണ്ടിൽ. അതും അവർ കാണില്ല, നേരെ തൊഴാൻ പോകും. വീണ്ടും നാണം കെട്ട് സുധീഷ് എഴുന്നേറ്റിരിക്കും. അപ്പോൾ ഇതൊക്കെ അവിടെ ഇരുന്നൊരു കൈനോട്ടക്കാർ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും സുധീഷ് ഇങ്ങനെ അവരെ കാത്തിരിക്കും. തൊഴുത് അവരിങ്ങോട്ട് വരുമ്പോൾ സുധീഷ് വീണ്ടും ഉരുളും. അപ്പോൾ നിധിനെയും നികേഷിനെയും കൂടെ കൈനോട്ടക്കാരി അങ്ങോട്ട് വിളിക്കും. അപ്പോൾ സുധീഷിൻ്റെ പ്ലാൻ വീണ്ടും പൊളിയും. സുധീഷ് വീണ്ടും എഴുന്നേൽക്കും. അങ്ങനെ അവരെ സംസാരം കഴിഞ്ഞ് അവർ തിരിച്ച് നടന്നു വരുമ്പോൾ സുധീഷ് വരെ നേരെ ഇരുന്ന് ഉരുളണ്. അപ്പോൾ അമ്മേ ദേവി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നികേഷ് അതാദ്യം കാണും. നികേഷ് പറയും ഏട്ടത്തി ഇതാ നോക്കിയാൽ ആരണായി ഉരുളണേന്ന്. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ കാണാം സുധീഷ്. ആ നിങ്ങളോ എന്നും പറഞ്ഞ് വേഗം എഴുന്നേൽക്കും. ഞാനേ ഒരു വഴിപാട് വിചാരിച്ചിട്ടുണ്ട്, അത് ചെയ്യാൻ വേണ്ടി വന്നതുണ്ടെന്ന് പറയും. ശയനപ്രതീക്ഷനാണോ എന്ന് പറയും. ആ അത് തന്നെ എന്ന് പറയും. എന്നിട്ട് എന്താ നിർത്തിയത്, തുടങ്ങിക്കോ എന്ന് പറയും. അല്ല കഴിഞ്ഞു മതി എന്ന് പറയും. അത് ശരിയാവില്ല എന്ന് നിധി പറയും. മുഴുവനാക്കണം, ശരിക്കും വഴിപാടാണെന്നുണ്ടെങ്കിൽ ഈ അമ്പലം ഫുള്ളും ചുറ്റണം എന്ന് പറയും. അതേ മോനെ ദേവിനെ പറ്റിക്കാൻ പറ്റില്ല എന്നിങ്ങനെ കൈനോട്ടക്കാരും പറയുന്നു. അപ്പോൾ സുധീഷ് ആകെ വിഷമത്തിലാവണ്. നികേഷേ വാടാ എന്ന് പറഞ്ഞ് ഉരുളാൻ പറയുന്നത്. അങ്ങനെ ചേട്ടനുണ്ടോ ഞങ്ങൾ സഹായിക്കാമെന്ന് പറയും. ഇവർ രണ്ടുപേരും കൂടെ പിന്നാലെ കൂടും. സുധീഷിനെ അങ്ങനെ ഫുള്ളും അമ്പലം ചുറ്റുരുണ്ട് അവശതയായി നമ്മുടെ സുധീഷ് വന്നിരിക്കും. കാലും കയ്യും ഒക്കെ പൊട്ടും. ഓ അയ്യോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കഥ ഒളിക്കിന്. അപ്പോൾ നമ്മുടെ ദീദി പറയും സാരില്ല, പോണ വഴിക്ക് വല്ല മരുന്ന് മേടിച്ചിങ്ങായിട്ട് പുരട്ടിയാൽ മതി. അതെ നമ്മൾ മറ്റുള്ളവരെ കളിപ്പിക്കുന്ന പോലെ ദേവിനെ പറ്റിക്കാൻ പാടില്ല, പറ്റിച്ചതൊന്നുമല്ല. ഞാൻ നിധിക്ക് ജോലി കിട്ടാനും സർട്ടിഫിക്കറ്റ് ശരിയാവാനും വേണ്ടി ഞാൻ ഒരു വഴിപാട് നേർന്നതെന്ന് പറയും. അയ്യോ ഇത് കള്ളം എന്ന് നമ്മുടെ നികേഷ് പറയും. പോടാ കള്ളമൊന്നുമല്ല സത്യമാണെന്ന് പറയും. സത്യമാണ് നിധി എന്ന് പറയും. ആണോ എന്നാൽ ശരി, ഞാനേ മരുന്ന് എൻ്റെ വക നടക്കുമെന്ന് പറയും. അങ്ങനെ അവർ 3 പേരും കൂടെ നടക്കും. പതുക്കെ നടക്കും, എനിക്ക് ഓടാനും സ്പീഡിൽ നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നീ നമ്മുടെ നികേഷിൻ്റെ കൈ പിടിച്ച് താങ്ങി നടക്കണം നമ്മുടെ സുധീഷ്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് സുഭാഷിൻ്റെ സൈറ്റാണ്. അതിന് മുന്നായിട്ട് നമ്മുടെ നിധി സുനന്ദനെ കാണുന്നുണ്ട് അമ്പലത്തിൽ. സുനന്ദ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു നാഗങ്ങളെടുത്ത്. അപ്പം നമ്മുടെ നമ്മുടെ നിധിക്കും നികേഷിനും ഭയങ്കര വിഷമം കാണുമ്പോൾ കരയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരടുത്തേക്ക് ചെല്ലും.
അപ്പോൾ പറയും ഇത് നാഗങ്ങളെടുത്ത് 7 ദിവസം മഞ്ഞൾ വെച്ച് പ്രാർത്ഥിച്ചാൽ ഏത് നടക്കാത്ത കാര്യങ്ങളും നടക്കും എന്നാണ് പറയപ്പെടുന്നത്. ഇതും കൂടെ ഒന്ന് പരീക്ഷിക്കാം, ഇതല്ലാതെ ഞാൻ വേറെ എന്ത് ചെയ്യാനാണ് നിധി എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോകും. അപ്പം നിധിക്ക് ഭയങ്കര വിഷമാവും. നമ്മുടെ സുഭാഷ് ഏട്ടനെ സുനന്ദയ്ക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ അങ്ങോട്ട് നേരെ തിരിച്ചു അതുപോലെ തന്നെ ഉണ്ട് കേട്ടാന്ന് പറയും. എന്ത് ചെയ്യാനും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന് നികേഷ് പറയും. നമുക്ക് നിധിയുടെ സുനന്ദരെ വീട്ടിൽ പോയി ഒന്ന് സംസാരിച്ചാലോ? എന്താ കാര്യം, അവർ നമ്മളെ ആട്ടി ഓടിക്കും. നമ്മൾ തടഞ്ഞിട്ടൊന്നുമല്ല, അവർക്ക് ധൈര്യം ഇല്ലാണ്ടല്ലേ. എല്ലാവർക്കും ധൈര്യം ഉണ്ടാവണമെന്നില്ലല്ലോ എന്നറിയും തുറന്നു പറയാൻ. എന്ന് വെച്ചിട്ട് നമ്മളൊന്ന് മുൻകൈ എടുത്ത ഒരു പക്ഷെ നടന്നെങ്കിലോ നിധി പറയുമ്പോൾ നമ്മുടെ സുധീഷ് പറയും, അതെ അങ്ങനെയാണെങ്കിലേ ഇപ്പോൾ വന്ന കല്യാണം അവൾ വേണ്ടാന്നൊക്കെട്ടെ എന്ന് പറയും. അതിനുള്ള ധൈര്യം അതിനില്ലല്ലോ എന്ന് പറയും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന പോലെ ആവില്ലല്ലോ. അതിന് നിധിക്ക് ആ സൈക്കോനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞല്ലോ കങ്കാരുവിനെ. അതുപോലെ തന്നെ ഇറങ്ങി പോരാൻ ധൈര്യവും കാണിച്ച്. അതുപോലെ ഇവളും ചെയ്താലല്ലേ രക്ഷയുള്ളൂ എന്ന് പറയും. ആ വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞാൽ അവർ വരും. പിന്നെ സുഭാഷിനെ വീണ്ടും വിളിക്കുന്നു ആ പെൺകുട്ടി. അപ്പോൾ ആ സമയത്ത് ചോറുണ്ടായിരിക്കുള്ളൂ നമ്മുടെ സുഭാഷ് ചേട്ടൻ. അങ്ങനെ ചോറുണ്ണണ സമയത്ത് അപ്പോൾ ആ ഹിന്ദിക്കാരൻ പറയും, പഴയ നമ്പർ തന്നെയാണ് ചേട്ടാ എന്ന് പറയും. ആണോ, എന്നാ ഫോണും എടുക്ക്, എന്നാൽ ജോലിയാവും. അങ്ങനെ ഫോൺ എടുത്ത്, കഴിക്കണോ, കഴിക്കുന്ന സമയം നോക്കി വിളിച്ചാണ് ഞാൻ എന്ന് പറയും. ആ കഴിക്കുന്നു. അവിടെ കഴിച്ചോ എന്ന് ചോദിക്കും. ഇല്ല, കറികളൊക്കെ ആവണുള്ളൂ, ഞാനിന്ന് ലീവാണ് ഉച്ചവരെ. ഞായറാഴ്ചകളിൽ ആരെങ്കിലുമൊക്കെ മാറി മാറി നിൽക്കണതുകൊണ്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇഷ്ടമുള്ളവർക്ക് ഒരു ദിവസം എടുക്കാമെന്ന് പറയും. ലീവ് ആണോ, എന്താ കറി എന്ന് ചോദിക്കും. ഞാനേ സാമ്പാർ വെച്ചു, കായുപ്പേരി ഉണ്ടാക്കി. കായ് ഇച്ചിരി പഴുത്തു പോയി, അത് കാരണം കൊണ്ടേ ചെറിയൊരു മധുരം. സാമ്പാറിലെ വെണ്ടക്കായ ആണെങ്കിലേ മൂത്തും പോയി, വറുത്തത്. അങ്ങനെയും പാടില്ല എന്ന് പറയണേ. തുടങ്ങി പിന്നെ സാമ്പാറിനെ കുറിച്ചും. ഉച്ചയ്ക്ക് രാവിലെ വിളിച്ചപ്പോൾ പണി സൈറ്റിലെ പണികളെക്കുറിച്ചും മേസ്തിരിനെ കുറിച്ചും ഹിന്ദിക്കാരെക്കുറിച്ചും അവർക്ക് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമാണെന്നും അങ്ങനെ ഇത് മാത്രം പറയുന്നു. അതോടുകൂടി പെൺകുട്ടിക്ക് സുഭാഷിനോടുള്ള താല്പര്യം പോയി. ശരിയെന്നാ വെച്ചോ കഴിച്ചോ എന്ന് പറഞ്ഞ് ഫോൺ വെക്കും പെട്ടെന്ന്. ആ ശരിയാ, സംസാരിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കുമ്പോൾ എന്ന് പറഞ്ഞ് സുഭാഷും ഫോൺ വെച്ച്. ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടക്കുറവ് തോന്നുന്നു സുഭാഷിനോട്. പിന്നെ കാണിക്കുന്നത് നിധിയും നികേഷും ഹരീഷും സുധീഷൊക്കെ കൂടി ഇരുന്ന് ഉച്ചയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് അവർ ചിരിച്ചും തമാശയൊക്കെ പറഞ്ഞ് കളിച്ച് ചിരിച്ചൊക്കെ വർത്താനം പറയുന്നതിൻ്റെ ഇടയിൽ ഭാസ്കരൻ കയറി വരും. ഒരു പൊതി ഉണ്ടാവും കയ്യിൽ. ചോറെടുക്കട്ടെ എന്ന് നിധി ചോദിക്കും. ഓ എനിക്കൊന്നും വേണ്ട, ഈ സാമ്പാർ കൂട്ടി ഞാനോ, എനിക്ക് വേണ്ട, ഞാൻ ഹോട്ടലിൽ നിന്ന് ബിരിയാണി കഴിച്ചു എന്ന് പറയും. എന്നിട്ട് ഒരു പാത്രം എടുക്കാൻ പറയും ഹരീഷിനോട് നികേഷിനോട്. അപ്പോൾ നികേഷ് ഒരു പാത്രം എടുത്ത് കൊടുക്കും. അത് ടേബിളുമ്മ കൊണ്ടുവച്ച് അതിൽ പൊതി അങ്ങോട്ട് ആ പാത്രത്തിലേക്ക് കുടയിന്. അപ്പോൾ ഹരീഷ് ചോദിക്കും, ബിരിയാണി കഴിച്ച ആൾക്കാർക്ക് ഇതും അവിടെ നിന്ന് തന്നെ കഴിക്കായിരുന്നില്ല, പിന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നേ, നീ പോടാ, നീ എന്നെ ഭരിക്കാറായിട്ടില്ല കേട്ടാ എന്ന് പറയും. എന്നിട്ട് അതിലെ ചിക്കൻ ഫ്രൈ ആയിരുന്നു, അതെടുത്ത് അങ്ങനെ തന്നെ നിധിയുടെ കൈ കൊടുക്കും. നമ്മളെ എന്ന് പറയും. എനിക്ക് വേണ്ട, അച്ഛൻ കഴിച്ചോ എന്ന് പറയും. ഞാൻ ബിരിയാണി കഴിച്ചു, ഇത് നിനക്ക് മേടിച്ചിട്ടുണ്ടെന്നാണ്, നീ കഴിച്ച മോളെ എന്ന് പറഞ്ഞ് കൊടുക്കും. നിധി മേടിക്കും. അപ്പോൾ സുധീഷ് പെട്ടെന്ന് കൈ നീട്ടാൻ ആ പാത്രത്തിലേക്ക് കൈ വെക്കുമ്പോൾ ഇതേ കാര്യം മോളെ, ഇത് നിനക്ക് വേണ്ടി മാത്രം മേടിച്ചാണ്, ഈ അവന്മാർക്ക് ഒന്നും ഒരു കഷ്ണം പോലും കൊടുത്തു പോകരുതെന്ന് പറയും. ഓ ആർക്ക് വേണം, ഞങ്ങൾക്ക് വേണ്ട അല്ലെങ്കിലും എന്ന് പറഞ്ഞു സുധീഷ്. ആ വേണ്ട, അത് അവൾക്ക് മേടിച്ചാണെന്ന് പറയും. എന്നിട്ട് ഭാസ്കരൻ പുറത്തേക്കൊക്കെ പോയി പഴയ പോലെ റേഡിയോത്തിൽ പാട്ടൊക്കെ വെച്ച് ചാരിക്കെടുക്കും. അപ്പോൾ നമ്മുടെ നികേഷ് പറയും, എൻ്റെ അമ്മോ എന്തൊരു സ്നേഹമാണ്, ഒഴുകണല്ല സ്നേഹം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ നമ്മുടെ സുധീഷ് വേഗം അതിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാൻ പോണേ. ചേട്ടനല്ല വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് സുധീഷ് എടുക്കും. പകുതിയോളം സുധീഷ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നികേഷിൻ്റെ പാത്രത്തിലേക്ക് നീട്ടുമ്പോൾ അതിലൊന്നും ഉണ്ടാവില്ല, വേപ്പിലയും കഷ്ണങ്ങളൊന്നും ഇല്ല. പറയും ഇതും കൂടെ അവിടെ തിന്നായിരുന്നില്ലേ എന്ന് പറയും. ഓ അതിനെന്താ ഞാൻ തിന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ നിധി പ്ലേറ്റിൽ നിന്ന് 2 കഷ്ണം എടുത്ത് നികേഷിന് കൊടുക്കും. വേണ്ട ഏട്ടത്തിന്ന് പറയും. കഴിച്ചോടാന്ന് പറയും. പെട്ടെന്ന് തന്നെ നിധി ചോദിക്കണേ, ഇത്രയും പാവായ അച്ഛൻ എങ്ങനെ അമ്മയെ എന്നിങ്ങനെ പറയുള്ളൂ. അപ്പോഴത്തേനും അനിയന്മാരും സുധീഷും അവിടെ വല്ലാണ്ടായി ആകെ വിഷമത്തോടെ നിധിയെ നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.